ഹലോ ഗൈസ്, വെൽക്കം ടു സെൻറ്റാംഗ്ല ഡേ 11. അപ്പോൾ ഡേ 11 ഒക്കെ ആയില്ലേ, അപ്പോൾ കുറച്ച് അപ്ഗ്രേഡേഷൻ ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ വട്ടം നാരങ്ങ വരയ്ക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ വട്ടം നാരങ്ങ കൊണ്ട് നമുക്ക് കുറച്ച് ഉപയോഗമുണ്ട്. ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ കുറച്ച് റെക്റ്റാങ്കിൾ ഷേപ്പിൽ വട്ടം വരച്ച ശേഷം അതിലെല്ലാം ഇതുപോലെ കുറച്ച് കാലുകൾ വരച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പെൻസിൽ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്, സെൻറ്ററിലേക്ക് ഇങ്ങനെ വരുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറേസർ കൊണ്ട് ഒരു സ്ക്വയർ പോർഷൻ ബ്ലാങ്ക് ആയി കിടക്കുന്ന പോലെ നമ്മൾ കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ വരച്ച പെൻസിലിൻ്റെ പോർഷനിലെല്ലാം നമ്മൾ ഇതുപോലെ കർവ്ഡ് ലൈൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. ഇതാണല്ലോ നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് സെൻറ്റാങ്കിൾ ആർട്ട് എന്ന് പറയുന്നത്. കാര്യം ഈ സാധനം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യുന്ന അത്രയും സമയം നമ്മൾ ഇതിൽ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കും. അധികം സ്ക്രീനും നോക്കില്ല, വേറൊന്നും ചിന്തിക്കുകയില്ല. കാര്യം വേറെന്തെങ്കിലും ചിന്തിച്ചാൽ അങ്ങനെ ഈ സാധനം ശരിയാവണ്ടേ. അങ്ങനെ വരച്ച് വന്നപ്പോൾ തന്നെ നടുക്ക് ഏറെക്കുറെ ഒരു സ്ക്വയർ പോർഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് എറേസർ ചെയ്ത് വൃത്തിയാക്കിയ ശേഷം നമ്മൾ ടോപ്പ് പോർഷനിൽ ഇങ്ങനെ ജസ്റ്റ് ഇല്യൂഷനൊക്കെ പോലെ നമ്മൾ ചെയ്യുന്ന ഒരു വരയില്ലേ, അതുപോലത്തെ കുറച്ച് വരകൾ വെച്ചിട്ട് ഈ ടോപ്പ് സർക്കിൾസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഇനി താഴെ ഒരു അല്പം ഷെയ്ഡിങ് ആവാം. എന്തിനാ, വെറുതെ വേറൊന്നുമല്ല, ജസ്റ്റ് ഒരു ആർട്ടിസ്റ്റിക് ഒരു പ്രൊഫഷണൽ ലുക്കിലേക്കൊക്കെ വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, കാണാൻ എന്തൊക്കെയോ ഒരു ഭംഗിയുണ്ട്. എവിടെയൊക്കെയോ കുറച്ച് അപാകതകൾ ഉണ്ടെങ്കിലും സാരില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ശരി, ബൈ.